മനമറിയാതെ. രചന ഇന്ദ്ര. ഇത് ഇന്നേലും നടക്കുമോ? അബിയുടെ തോളി തട്ടിക്കൊണ്ട് ശരത്ത് ചോദിക്കവേ അബിയുടെ ചുണ്ടിൽ പരിഭവം നിറഞ്ഞു. പോടാ, ഞാൻ ഇന്ന് എന്തായാലും അവളോട് എൻ്റെ ഇഷ്ടം പറയും, നീ നോക്കിക്കോ. പൂവ നടന്നു തന്നെ. ശരത്ത് അവനെ പുച്ഛിച്ചു. ദാണ്ടട, ആരതി വരുന്നുണ്ട്. ശരത്ത് ചൂണ്ടിയെടുത്തേക്ക് കണ്ണുകൾ ചെല്ലവേ അബിയുടെ ഹൃദയം തളിർത്തു. ഇളം പിങ്ക് ചുരിദാറിൽ വളരെ മനോഹരിയായിരുന്നവൾ. ചെല്ല്, പോയി പറഞ്ഞിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ശരത് അവനെ ഉന്തിത്തള്ളി വിട്ടു. അല്പം മടിച്ചിട്ടാണേലും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അകലെ നിന്ന് തന്നെ ആരതി അവൻ വരുന്നത് കണ്ടിരുന്നു. അതിനാൽ തന്നെ അവൾ നടത്തം കുറിച്ച് വേഗത്തിലാക്കി. ഇത്രയും ദിവസം അഞ്ജലി കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ദൂരെ നിന്ന് താൻ പോകുന്നത് നോക്കി നിൽക്കുന്നതല്ലാതെ അടുത്തേക്ക് വന്നിട്ടില്ല അബി. തനിക്ക് കൂട്ടിന് ആരുമില്ലെന്നോർക്കെ ആരതിക്ക് കുറച്ച് പേടി തോന്നി. കാഴ്ചയിൽ പാവാണെന്ന് തോന്നുന്നു, പക്ഷെ എല്ലാവരുടെയും മനസ്സിലിരിപ്പ് നമുക്കറിയില്ലല്ലോ. അവൾ തൻ്റെ തോളിൽ കിടന്ന ബാഗ് ഒന്നുകൂടെ നേരെയിട്ടിട്ട് വേഗത്തിൽ നടന്നു. അവൻ അടുത്തെത്തിയിട്ടും ശ്രദ്ധിക്കാത്തതുപോലെ അവൾ മുന്നോട്ടേക്ക് നടന്നു. തന്നെ അവളൊന്ന് നോക്കുമെന്ന് പ്രതീക്ഷിച്ച അബിക്ക് നിരാശയായിരുന്നു ഫലം. തന്നെ കണ്ടിട്ടും കാണാത്ത മട്ടിലാണ് അവൾ പോയത്. അവളുടെ അവഗണന അവൻ്റെ ആത്മവിശ്വാസം കുറച്ചു. അവൻ സങ്കടത്തോടെ ശരത്തിനെ തിരിഞ്ഞു നോക്കി. എന്താടാ, അങ്ങോട്ട് ചെന്ന് പറ. ഇന്ന് നടന്നില്ലെങ്കിൽ പിന്നൊരിക്കലും അവസരം കിട്ടില്ല. ശരത്ത് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അബി ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. അവൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടേക്ക് നടന്നു. ആരതി. പിന്നിൽ നിന്നും അവൻ്റെ സ്വരം കേട്ടപ്പോൾ അവൾ ഒന്ന് നിന്നു. പക്ഷെ തിരിഞ്ഞു നോക്കാൻ മടി തോന്നി. എന്നും കാണുന്നതാണെങ്കിലും അയാളുടെ സ്വഭാവം അറിയാത്തതുകൊണ്ട് ഉള്ളിലൊരു ഭയമുണ്ട്. അയാളും കൂട്ടുകാരനും കൂടെ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് അവളുടെ മനസ്സ് ഭയന്നു. ചുറ്റിനും വീടോ വണ്ടികളോ ഇല്ല. റോഡിൻ്റെ രണ്ടു വശത്തും റബ്ബർ തോട്ടമാണ്. ഒന്ന് ഒച്ച വെച്ചാൽ പോലും ആരെങ്കിലും കേൾക്കുമോ എന്ന് സംശയം. ഇന്നലെ മഴ പെയ്തതുകൊണ്ട് ഇന്ന് റബ്ബർ വെട്ടാനും ആരും വരില്ല. മെയിൻ റോഡിലേക്കാണെങ്കിൽ ഇനിയും 15 മിനിറ്റ് നടക്കാനുണ്ട്. അവളുടെ മനസ്സിൽ ഭയത്തിൻ്റെ കണികകൾ ഉരുണ്ടുകൂടി. അബി നടന്ന് അവൾക്ക് മുൻപിൽ വന്ന് നിന്നു. അവൾ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി. ആ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയമാണോ? അവൾക്ക് സംശയം തോന്നി. അവരുടെ നിൽപ്പും ഭാവവും ദൂരെ നിന്ന് ശരത്ത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവന് ചിരി വന്നു. ആ പെണ്ണിനെപ്പറ്റി പറയുമ്പോൾ 100 നാക്കാണ് ചെക്കന്. എന്നിട്ടിപ്പോൾ അവളുടെ മുന്നിൽ പോയി നാണം കുണുങ്ങുന്ന കണ്ടില്ലേ? ശരത്ത് മനസ്സിൽ ചിരിച്ചു. കൂട്ടുകാരൻ്റെ പ്രണയം എങ്ങനെയെങ്കിലും സാഫല്യമാവണേയെന്ന് അവൻ മനമുരുകി പ്രാർത്ഥിച്ചു. ഞാൻ അബി. ഇവിടെ അടുത്താണ് വീട്. കുറേ നാളായി ഞാൻ തന്നെ കാത്തിവിടെ നിൽക്കുന്നു. ഒരു കാര്യം പറയണമെന്നുണ്ട്. അബിയുടെ സ്വരത്തിലെ വിറയൽ വ്യക്തമാണ്. എങ്കിലും അവൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അവൾ എങ്ങനെ പ്രതികരിക്കും എന്ന പേടി കാരണം ശരീരമെല്ലാം തണുത്തുറഞ്ഞു. ആദ്യമായി ഒരാളോട് പ്രണയം തുറന്നു പറയുന്നതിൻ്റെ എല്ലാ ടെൻഷനും അവൻ്റെ പെരുമാറ്റത്തിലുണ്ട്. എന്താണ് പറയാനുള്ളത് എന്ന അർത്ഥത്തിൽ അവൾ അവനെ നോക്കി. അത് ആരതി, എനിക്ക് തന്നെ ഇഷ്ടമാണ്. വിക്കി വിക്കി ഒരു വിധത്തിൽ അവൻ പറഞ്ഞൊപ്പിച്ചു. കൂടെ കയ്യിലുണ്ടായിരുന്ന കടലാസ് കഷ്ണം അവൾക്ക് നേരെ നീട്ടി. അതിൻ്റെ കൂടെ ഒരു ഡയറി മിൽക്ക് കൂടി ഉണ്ടായിരുന്നു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. അത് വാങ്ങിക്കാൻ ഹൃദയം ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിലും മറ്റെന്തോ ഒന്ന് അവളുടെ കൈകളെ പിൻപോട്ട് വലിച്ചു. വേണ്ട, ചേട്ടൻ പൊയ്ക്കോളൂ. അവൾ വീണ്ടും കണ്ണുകൾ താഴ്ത്തി. ആരതി, അവൻ എന്തോ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഒരു വണ്ടി വരുന്നതിൻ്റെ ശബ്ദം കേട്ടു. പ്ലീസ്, ചേട്ടൻ പൊയ്ക്കോളൂ. ആരെങ്കിലും കണ്ടാൽ അച്ഛനോട് പറയും. പിന്നെ എന്നെ പുറത്തേക്ക് പോലും വിടില്ല. അതുമല്ല, അച്ഛൻ ചേട്ടനെ എന്തെങ്കിലും ചെയ്യും. ഉപദ്രവിക്കരുത്, പ്ലീസ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു. അബി നിസ്സഹായനായി അവൾ പോകുന്നത് നോക്കി നിന്നു. ദൂരെ നിന്നും ശരത്തും ഇത് കാണുന്നുണ്ടായിരുന്നു. അവനത് പ്രതീക്ഷിച്ചതാണ്. എങ്കിലും ഒറ്റ ചങ്ങാതിയെ അവൻ ആദ്യമായി തോന്നിയ ഇഷ്ടത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വയ്യായിരുന്നു. അബിയുടെ ആഗ്രഹം അറിഞ്ഞപ്പോൾ തന്നെ
ആരതിയെപ്പറ്റി അന്വേഷിച്ചു. ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരനായ ഗോവിന്ദൻ്റെ മകളാണ് ആരതി. അയാളൊരു വാടക ഗുണ്ടയാണ്. കയ്യിലില്ലാത്ത തോന്നിവാസങ്ങളില്ല. കുറേ നാൾ ജയിലിലായിരുന്നു. പാർട്ടിയുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കും. ശിക്ഷ കിട്ടി കുറച്ച് ദിവസം ജയിലിൽ. അതേ പാർട്ടിയുടെ സഹായത്തോടെ ഊരിപ്പോരുകയും ചെയ്യും. ഇതാണ് അയാളുടെ ദിനചര്യ. അറിഞ്ഞുകൊണ്ട് ആരും അയാളുടെ നേരെ വിരൽ ചൂണ്ടില്ല. ചൂണ്ടിയാ പിന്നെ തല കാണില്ലെന്ന് എല്ലാവർക്കും അറിയാം. പണ്ട് തമിഴ്നാട്ടിലെങ്ങാണ്ടോ ആയിരുന്നു. അവിടുന്ന് ഒരു പെണ്ണിനെയും കൊണ്ട് വന്ന് ഈ നാട്ടിൽ താമസിക്കാൻ തുടങ്ങിയതാണ്. വേലപ്പ എന്നായിരുന്നു അവിടുത്തെ പേരെന്ന് ആരോ പറഞ്ഞു കേട്ടു. ആ സ്ത്രീയിലുണ്ടായതാണ് ആരതി. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം, അതായത് ആരതി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, ഒരു ഉത്സവരാത്രി ആരതിയുടെ അമ്മയെ ആരോ വീട്ടിൽ കയറി ഉപദ്രവിച്ചു. ആവശ്യം കഴിഞ്ഞപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കൊല്ലുകയും ചെയ്തു. അന്ന് ഗോവിന്ദൻ ജയിലിലായിരുന്നു. കൂട്ടുകാരുടെ ഒപ്പം ഉത്സവം കാണാൻ പോയി വന്ന ആരതി കാണുന്നത് അമ്മയുടെ കത്തിക്കരിഞ്ഞ ശരീരമാണ്. അതവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പാർട്ടിയുടെ സഹായത്തോടെ ആളെ കണ്ടുപിടിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു സെന്തിൽ ശിവൻ. അയാളുമായി വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുമ്പോഴാണ് ആരതിയുടെ അമ്മയുമായി ഗോവിന്ദൻ നാടുവിടുന്നത്. തുടർന്ന് ഒരുപാട് വർഷം അയാൾ ഇവരെ രണ്ടുപേരെ അന്വേഷിച്ചു നടന്നു. അവസാനം കണ്ടെത്തി അവരെ കൊന്നു. ജയിലിൽ നിന്നിറങ്ങിയ ഗോവിന്ദൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. അതുവരെ അയാൾ കരഞ്ഞ ആരും കണ്ടിട്ടില്ല. എന്നാൽ പിന്നീട് അയാളൊരു ഹൃദയമില്ലാത്തവനായി മാറി. ശിവനെ കയ്യിൽ കിട്ടിയപ്പോൾ അയാൾ ഒരു കാലൻ്റെ രൂപമായി മാറി. എന്തൊക്കെയാണേലും അയാൾക്ക് ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആകെ അയാൾക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ തൻ്റെ മകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ആരതിയെ അയാൾ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ടില്ല. ഭാര്യ പോയതിൽ പിന്നെ അയാൾക്ക് ആരോടും സ്നേഹമില്ല. അച്ഛനും മകളും ആവശ്യത്തിനല്ലാതെ പരസ്പരം സംസാരിക്കാറില്ല. ഇപ്പോഴും ആ ഗുണ്ടാപ്പണിയാണ് അയാളുടെ തൊഴിൽ. അതുകൊണ്ട് തന്നെ ആരതിക്ക് ഒറ്റയ്ക്ക് നടക്കാനും ഭയം. ശരത് അഭിയെ നോക്കി നിരാശയോടെ തൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. ഒന്നും നടന്നില്ലല്ലേ? അവൻ്റെ നിരാശ മാറ്റാൻ എന്നവണ്ണം ശരത്ത് തമാശയായി ചോദിച്ചു. ഇല്ല, അത് പോട്ടെ, സാരില്ല, നീ വണ്ടി എടുക്ക്, നമുക്ക് പോകാം. അവൾ തൻ്റെ ഇഷ്ടം നിരസിക്കുമെന്നറിയാമായിരുന്നുവെങ്കിലും നേരിട്ടങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടം. എങ്കിലും അവളെ മറക്കാൻ അവന് കഴിയുമായിരുന്നില്ല. പിറ്റേന്ന് മുതൽ ഇതൊരു സ്ഥിരം പരിപാടിയായി മാറി. ഇപ്പം ആരതി ഒറ്റയ്ക്കല്ല, കൂട്ടിനവളുടെ കൂട്ടുകാരി അഞ്ജലിയുമുണ്ട്. അതുകൊണ്ട് ആരതിക്ക് പറയാനുള്ള മറുപടി അഞ്ജലിയാണ് പറയുക. എന്നും അവൾ ഒഴിഞ്ഞു മാറും. എന്നാലും വിട്ടുകൊടുക്കാൻ അവനും തയ്യാറായിരുന്നില്ല. അവൾക്ക് അവൻ്റെ ഉള്ളിലുള്ള സ്ഥാനം അത്രയും വലുതായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾക്കായി എന്തെങ്കിലും സമ്മാനങ്ങളായിട്ടാണ് അവൻ ചെന്നിരുന്നത്. കുപ്പിവളകളും ജിമുക്കി കമ്മലും പാദസ്വരവും മാലയും ചോക്ലേറ്റും പാവക്കുട്ടിയും എന്നുവേണ്ട എല്ലാം. എന്നാൽ ഒന്നും അവൾ സ്വീകരിച്ചിരുന്നില്ല. എങ്കിലും ഓരോ ദിവസവും അവൻ അവൾക്കായി ഓരോന്ന് വാങ്ങിക്കൊണ്ട് ചെല്ലും. എടി, എനിക്ക് ഉറപ്പാണ് അയാൾ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നത്. ഇപ്പതാ ഒരു വർഷമാവാം ഈ പുറകെ നടത്താൻ തുടങ്ങിയിട്ട്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എപ്പോഴേ ഇട്ടിട്ട് പോയേനെ. നിനക്കെന്താ നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ? പതിവ് പോലെ അഭിയെ ഒഴിവാക്കി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയ്ക്ക് അഞ്ജലി ചോദിച്ചു. അഞ്ജു, നിനക്കറിയില്ലേ എൻ്റെ അവസ്ഥ? അച്ഛനെങ്ങാനും അറിഞ്ഞാൽ എന്നെ ആയിരിക്കില്ല, അയാളെ ആയിരിക്കും കൊല്ലുക. ഞാനായിട്ട് എന്തിനാ ആ പാവത്തിൻ്റെ ജീവൻ വെച്ച് കളിക്കുന്നത്? നിനക്കറിയാലോ, അച്ഛന് പ്രേമമെന്ന് കേട്ടാൽ ഭ്രാന്തിളകും. അങ്ങനെയുള്ള അച്ഛൻ്റെ അടുത്ത് ഞാൻ എങ്ങനാ? അവൾ പാതി നിർത്തി. അതും ശരിയാ. പക്ഷെ എന്നാലും അഞ്ജുവിനും ഇനി എന്താണ് വേണ്ടതെന്നറിയില്ല. നിനക്ക് നിനക്ക് ശരിക്കും ഇഷ്ടമല്ലേ അയാളെ? അഞ്ജു ചോദിച്ചപ്പോൾ ആരതി ഒന്ന് നെടുവീർപ്പെട്ടു. പണ്ട് അമ്മ മരിക്കുന്നതിന് മുൻപ് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ അഭിയേട്ടനെ കണ്ടിട്ടുണ്ട്. ഉത്സവ കമ്മിറ്റിക്കാരോടൊപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓടി ഓടി നടക്കുമ്പോൾ എത്ര വായി നോക്കി നിന്നിട്ടുണ്ടെന്നറിയോ? ആഗ്രഹം ഉണ്ടായിരുന്നു,
പണ്ട് മുതലേ. പക്ഷെ പിന്നെ അവൾ ഒന്ന് നിർത്തി. ജീവിതത്തിൽ ഇതുവരെ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടി ശീലമില്ല. അതുകൊണ്ടൊന്നും ആഗ്രഹിക്കുന്നില്ലിപ്പോൾ. മനസ്സറിഞ്ഞ് ചിരിക്കാൻ പേടിയാ. തൊട്ടടുത്ത നിമിഷം എന്തെങ്കിലുമൊക്കെ അനിഷ്ടം സംഭവിക്കും. ആഗ്രഹമുണ്ട്. എൻ്റെ ഇഷ്ടവും അഭിയേട്ടനോട് പറഞ്ഞ് അഭിയേട്ടൻ്റെ ഭാര്യയെ ജീവിക്കണമെന്ന്. പക്ഷേ അച്ഛനോട് പറയാൻ പേടിയാ. അമ്മ മരിച്ച ശേഷം ഒരുപാട് പറഞ്ഞിട്ടാ വീണ്ടും പഠിക്കാനായി വിട്ടത്. ഇനി ഇതൂടി അറിഞ്ഞാൽ അച്ഛൻ പഠിത്തം നിർത്തിക്കും, അതുറപ്പാ. സാരില്ല പെണ്ണേ, ഭഗവാൻ എന്തെങ്കിലും വഴി കണ്ടുതരും. അഞ്ജലിക്ക് മറ്റൊന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ അറിയില്ലായിരുന്നു. ദാ ആ കാണുന്നതാ അഭിയേട്ടൻ്റെ വീട്. മെയിൻ റോഡിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഒരു വളവിലെ വീട് ചൂണ്ടി അഞ്ജലി പറഞ്ഞു. ചെറുപ്പത്തിൽ അമ്മമ്മയുടെ കൂടെ ഒരിക്കൽ ഞാനവിടെ പോയിട്ടുണ്ട്. അവിടെ മരിക്കാറായി കിടക്കുന്ന ഒരു അമ്മൂമ്മയുണ്ട്. നമ്മുടെ അഭിയേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയാ. എൻ്റെ അമ്മയുടെ വലിയ കൂട്ടുകാരിയായിരുന്നു. ആരതി അവിടേക്ക് നോക്കി. ഇരുവശവും കവുങ്ങും വാഴയും തെങ്ങും ഒക്കെയുള്ള ഒരു വഴിയുടെ ഒരറ്റത്തായി കൊച്ചു വീട്. ആ മനോഹരമായ പരിസരം ആ വീടിൻ്റെ ഭംഗി കൂടുതൽ കൂട്ടി. അവൾക്കവിടെ നന്നേ ബോധിച്ചു. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ വീട്ടിലെ മരുമകളായി ആ പടി കയറാം. അഞ്ജലി പറഞ്ഞപ്പോൾ ആരതിയുടെ മുഖം ചുവന്നു. അവൾ ആ വീട്ടിലേക്ക് ഒന്നുകൂടി നോക്കി മുന്നോട്ട് നടന്നുപോയി. അന്ന് രാത്രി ആരതിക്ക് ഉറക്കം വന്നേയില്ല. ചിന്തകൾ മുഴുവൻ അഭിയെക്കുറിച്ചായിരുന്നു. ചെറുപ്പത്തിൽ തനിക്ക് അഭിയേട്ടനോട് ഇഷ്ടം തോന്നിയതുപോലെ അഭിയേട്ടനും തിരിച്ചിഷ്ടപ്പെടണമെങ്കിൽ അതൊരു നിമിത്തമായിരിക്കുമോ? എൻ്റേതാവാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ദൈവമേ. പക്ഷെ അച്ഛൻ്റെ തീരുമാനത്തെ എതിർക്കാൻ തനിക്കാവില്ല. എൻ്റെ ഇഷ്ടത്തിൻ്റെ പേരിൽ അഭിയേട്ടനെ കൊലയ്ക്ക് കൊടുക്കാൻ പാടില്ല. അർഹതയില്ലെങ്കിൽ അതാ വഴി പൊക്കോട്ടെ. വിധിച്ചിട്ടുണ്ടാവില്ല. മറ്റൊരാൾക്ക് സ്വന്തമാകുന്നത് കാണാൻ കഴിയില്ല. എന്നാലും ജീവിതകാലം മുഴുവൻ എന്നെ ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ. നല്ലൊരാളെ ദൈവം കൊടുക്കട്ടെ. വിട്ടുകൊടുക്കാൻ ഹൃദയം തയ്യാറല്ല, എങ്കിലും ചേർത്ത് നിർത്താൻ യാതൊരു മാർഗവുമില്ല. അവൾ ചെറിയ ശബ്ദത്തിൽ സ്വയം എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. ക്ലാസ്സിൽ പോകുന്ന വഴിക്ക് അഞ്ജലിയോട് മിണ്ടുന്നതല്ലാതെ മറ്റാരോടും സംസാരിക്കാറില്ല. അച്ഛൻ പോലും എന്തേലും ചോദിച്ചാൽ മാത്രം മറുപടി പറയും. ശരിക്കും ഇതൊരു തടവറയാണ്. ഈ ചുവരുകൾ തന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു. പറയാൻ ഏറെ ഉണ്ടായിട്ടും കേൾക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാണ് സ്വയം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ കട്ടിലേക്ക് തലവെച്ച് മെല്ലെ കണ്ണുകൾ അടച്ചു. അഭിയേട്ടൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നതും നെറുകയിൽ സിന്ദൂരം അണിയിക്കുന്നതും വെറുതെ മനസ്സിൽ കണ്ടു. ചുണ്ടുകൾ ചെറുതായി വിടർന്നു. കണ്ണുകൾ നിറഞ്ഞ് കവിളിലൂടെ ചാലുകൾ തീർത്തു. നടക്കാൻ സാധ്യതയില്ലാത്ത ആഗ്രഹങ്ങൾ. സ്വപ്നങ്ങളിലൂടെയെങ്കിലും കണ്ട് നിർവൃതി അണയാൻ വിധിക്കപ്പെട്ട ചില ജന്മങ്ങൾ. ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. എടാ, അത് വേണോ? അവളുടെ തന്തപ്പടി ആള് ചില്ലറക്കാരനല്ല. നീ ഒറ്റയ്ക്ക് പോവണ്ട. നാളെ നമുക്ക് ഒന്നിച്ചു പോകാം. ശരത് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഞാനും അത്ര ചില്ലറക്കാരനല്ല. അയാളെ പേടിച്ചിട്ടാവും അവളെന്നെ തള്ളിക്കളയുന്നത്. അപ്പം അയാളെയല്ലേ ആദ്യം ചാക്കിലാക്കണ്ടേ? എന്നെപ്പോലെ ഇത്രയും സൗന്ദര്യവും പഠിപ്പും ജോലിയുമുള്ള ഒരു പയ്യൻ മോളെ കെട്ടിച്ചു തരുമോയെന്ന് ചോദിക്കുമ്പോൾ ആരാടാ വേണ്ടെന്ന് പറയുന്നത്? അവൻ ഗമയോടെ പറഞ്ഞു. അതെ അതെ, നിന്റെ ചോരത്തിളപ്പ് എനിക്ക് മനസ്സിലാവും. പക്ഷേ ജീവൻ വെച്ചുള്ള കളിയാ മോനെ. നിനക്ക് നാളെ പോയാൽ പോരെ? അതാവുമ്പോൾ ഞാനും വരാം. ഇന്നിപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത തിരക്കായിപ്പോയി. നാളെ ശനിയാഴ്ചയല്ലേ? ശരത് ഫോണിൻ്റെ മറുവശത്തു നിന്ന് ചോദിച്ചു. ഇത്ര നാളും നിന്നെയും കൊണ്ട് പോയിട്ടാണ് ഒന്നും നടക്കാഞ്ഞത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയി നോക്കട്ടെ, നീ വെച്ചോ. അല്ലെങ്കിൽ ആ മാനേജർ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. ആരതിയുടെ അച്ഛനെ ഉപദ്രവിച്ചാൽ അത് ശരത്തിനെ ബാധിക്കരുതെന്ന് കരുതിയാണ് അബി അവനെ ഒപ്പം കൂട്ടാത്തത്. തൻ്റെ കൂടെ നടന്നെന്ന് വെച്ച് അവൻ്റെ ജീവൻ വെച്ച് കളിക്കാൻ താൻ തയ്യാറല്ല. എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ തനിക്ക് വന്നോട്ടെ. ശരി ശരി, പോയി നിന്റെ അമ്മായിപ്പനെ ചാക്കിട്ട് പിടിക്ക്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം, കേട്ടല്ലോ? അയാളോടെ അധികം ഉടക്കാൻ നിൽക്കണ്ട. വിജയിച്ചു വരൂ മോനെ. അവർ ഇരുവരും ചിരിച്ചു. ആരതിയുടെ അച്ഛൻ കുഴപ്പക്കാരനായതുകൊണ്ട്
ശരത്തിന് അബിയെ ഒറ്റയ്ക്ക് വിടാൻ നല്ല പേടിയുണ്ട്. പക്ഷെ അബി രണ്ടും കൽപ്പിച്ച മട്ടാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോടെ അവനിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അഞ്ജലിക്ക് പനിയായതുകൊണ്ട് ഇന്ന് ആരതി ഒറ്റയ്ക്കേ ഉള്ളൂ. 2 ദിവസമായി അവൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ശനിയും ഞായറും ആയതിനാൽ അവളെ ഒന്ന് കാണാൻ പോലും പോകാൻ പറ്റില്ല. അവധിയായ ദിവസങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കഥ കടച്ചിരിക്കലാണ് ആരതിയുടെ പണി. പുറത്തൊന്നും പോവാനോ മറ്റുള്ളവരുമായി കൂട്ടുകൂടാനോ അച്ഛൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അഞ്ജലി അല്ലാതെ മറ്റൊരു സൗഹൃദങ്ങളും തനിക്കില്ല. അഞ്ജലി അച്ഛൻ്റെ പഴയൊരു സുഹൃത്തിൻ്റെ മകളായതുകൊണ്ട് അവളോടെങ്കിലും കുറച്ച് അടുപ്പം കാണിക്കാൻ പറ്റും. കയ്യിലൊരു ഫോൺ പോലും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ പുസ്തകങ്ങളാണ് മടുപ്പില്ലാതെയാക്കുന്നത്. അത്ര വലിയ വായനക്കാരിയൊന്നുമല്ല. പിന്നെ സമയം പോകാനായി വെറുതെ വായിച്ചിരിക്കും. ചിലപ്പോഴൊക്കെ തൻ്റെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളതെന്ന് അവൾ ആലോചിക്കും. വെറുതെ പഠിക്കുന്നതാണ്. ജോലിക്കൊന്നും പോകാൻ അച്ഛൻ സമ്മതിക്കില്ല. കൂട്ടിലിട്ട കിളിയെപ്പോലെ വളർത്തുന്നതിനു പകരം ഒറ്റയടിക്ക് അങ്ങ് കൊന്നിരുന്നെങ്കിലെന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. സ്വയം മരിക്കാൻ ഭയമാണ്. മരണത്തെപ്പറ്റി ഓർക്കുമ്പോൾ അമ്മയെ ഓർമ്മ വരും. അന്നത്തെ ആ രാത്രി എപ്പോഴും പേടി സ്വപ്നമാണ്. കത്തിക്കരിഞ്ഞ് രൂപം പോലും തിരിച്ചറിയാൻ കഴിയാത്ത അമ്മയുടെ ശരീരം ഓർക്കുമ്പോൾ ഈ ലോകത്തോട് മുഴുവൻ അറപ്പ് തോന്നും. ഈ ലോകത്ത് താൻ അത്രയേറെ സ്നേഹിച്ചത് തൻ്റെ അമ്മയെയാണ്. ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു അമ്മ. അച്ഛനും അമ്മയും എന്നാൽ തനിക്ക് ജീവനായിരുന്നു. തന്നോട് ചെറുപ്പം മുതലേ അകൽച്ചയിലായിരുന്നെങ്കിലും അമ്മയോട് അച്ഛനൊന്നും ദേഷ്യപ്പെട്ടു പോലും കണ്ടിട്ടില്ല. അമ്മയെ കൊന്നവനെ അങ്ങേയറ്റം മൃഗീയമായാണ് അച്ഛൻ കൊന്നത്. പിന്നീട് എത്രയോ വർഷം ജയിലിലായിരുന്നു. സെൽവോ എന്നോ മറ്റോ ആയിരുന്നു അയാളുടെ പേര്. അയാൾ പക്കാ ക്രിമിനലും പോലീസിൻ്റെ പിടികിട്ടാപ്പുള്ളിയും ഒക്കെ ആയിരുന്നു. അച്ഛന് അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് കിട്ടി. എങ്കിലും ഒരുപാട് വർഷം അച്ഛൻ ജയിലിൽ കിടന്നു. അന്ന് എനിക്ക് ആ അമ്മ ആയിരുന്നു കൂട്ടിനുണ്ടായിരുന്നത്. അച്ഛൻ്റെ ചേച്ചി. കഴിഞ്ഞ കൊല്ലം അവരും പോയി. സ്നേഹിക്കപ്പെടുക എന്നത് ഒരു ഭാഗ്യമാണ്. അതില്ലാത്തവർക്കേ അതിൻ്റെ വിലയറിയൂ. ചുറ്റുമുള്ളവരാൽ അവഗണിക്കപ്പെടുമ്പോൾ നാം ഒന്നുമല്ലെന്നൊരു തോന്നൽ വരും. ഒറ്റപ്പെടൽ എത്രത്തോളം ഭയാനകമാണെന്ന് അനുഭവിച്ചവർക്കറിയാം. മടുപ്പിക്കുന്ന ദിവസങ്ങൾ മറികടക്കാൻ പെടുന്ന പാട് ഓരോന്നോർത്തുകൊണ്ട് അവൾ ആ റബ്ബർ തോട്ടത്തിലൂടെ നടന്നു. അബി എന്നു നിൽക്കുന്ന സ്ഥലമെത്തിയപ്പോൾ അവൾ നടത്തത്തിൻ്റെ വേഗത കുറച്ചു. ഇതിപ്പോൾ 2 ദിവസമായി കണ്ടിട്ട്. എന്നും പതിവായി ഇവിടെ നിൽക്കുന്നതല്ലേ? ഇനി തന്നെ മറന്നുകളഞ്ഞോ? അതോ താൻ അങ്ങോട്ട് ചെല്ലുമെന്ന് കരുതി വരാത്തതാണോ? ആരതിക്കുള്ള നേറി. അധികമൊന്നും മിണ്ടിയില്ലെങ്കിലും അടുത്തൊന്ന് കാണുന്നത് തന്നെ വളരെ സന്തോഷമായിരുന്നു. ആ വരവും സംസാരവും കേൾക്കാൻ മാത്രമാണ് ഇപ്പോഴെന്നും ക്ലാസ്സിൽ പോകുന്നത്. പക്ഷെ മനസ്സ് തുറക്കാൻ ഭയം. അവൾ വീണ്ടും മുൻപോട്ട് നടന്നു. അബിയുടെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ വീടിന് ചുറ്റും വണ്ടിയും ആൾക്കാരും. ആദ്യം മനസ്സിലൊരു മിന്നർപ്പിണർ പാഞ്ഞു. പിന്നെയാണ് അബിയേട്ടൻ്റെ അമ്മൂമ്മയുടെ കാര്യം ഓർമ്മ വന്നത്. പാവം മരിച്ചു കാണും. അതാവും അബിയേട്ടനെ പുറത്തു കാണാത്തത്. അവൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ആരൊക്കെയോ ചേർന്ന് ഒരു ബാനർ ആ വീടിൻ്റെ മുന്നിൽ കെട്ടാൻ തുടങ്ങുന്നു. അമ്മൂമ്മയുടെ ഫോട്ടോ കണ്ടിട്ട് പോകാമെന്ന് കരുതി അവൾ പതിയെ നടത്തമാക്കി. എന്നാൽ അപ്പോഴേക്കും അവളുടെ മുന്നിലേക്ക് ഒരു ജീപ്പ് വന്ന് നിന്നു. എന്താ, നീ നടന്ന് ഇവിടെ വരെ എത്തിയുള്ളോ? ഗോവിന്ദൻ ചോദിച്ചപ്പോൾ ആരതി ഒന്ന് പതുങ്ങി. അത് ചെരുപ്പ് പൊട്ടിയച്ച, അതുകൊണ്ട് പതുക്കെയാ നടന്നത്. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. കയറ്, ഞാൻ കോളേജിലാക്കിത്തരാം. അയാൾ പറഞ്ഞതനുസരിച്ച് അവൾ ജീപ്പിൻ്റെ മുൻഭാഗത്തേക്ക് കയറിയിരുന്നു. അയാൾ വണ്ടി മുൻപോട്ടെടുത്തു. പുറകോട്ട് തിരിഞ്ഞ് ആ ബാനറിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിലും അച്ഛനെ പേടിച്ചവൾ നോക്കിയില്ല. അവൾക്ക് സങ്കടം വന്നു. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ തന്നെയാണ് അവൾ തിരികെ വന്നത്. ഇപ്പോൾ കുറച്ചു നാളായിട്ട് അച്ഛൻ ഗുണ്ടാപ്പണിക്കൊന്നും പോകാറില്ല. കോളേജിൻ്റെ കുറച്ചപ്പുറത്തായുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് പണിയെടുക്കുന്നത്. വീട്ടിലെത്തിയപ്പോൾ അവൾ ഇറങ്ങി. ഇതാ, ഇതോടെ കൊണ്ടുപോക്കോ, ഞാൻ വരാൻ വൈകും. കതകടച്ച് വീടിൻ്റെ ഉള്ളിൽ ഇരുന്നോണം. ആര് വന്ന് വിളിച്ചാലും കതക് തുറന്നേക്കരുത്, കേട്ടല്ലോ?
അയാൾ ഒരു പൊതി അവളുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവളത് വാങ്ങി തലയാട്ടി അകത്തേക്ക് നടന്നു. കുളിച്ച് വേഷം മാറ്റി ചായയും വെച്ച് അവൾ ആ പൊതി അഴിച്ചു. ചൂടുള്ള ഉള്ളിവടയിൽ ഒരെണ്ണം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ബാക്കി പാത്രത്തിലാക്കി. പലഹാരം പൊതിഞ്ഞുകൊണ്ടുവന്ന വാഴയിലയും പത്രവും കളയാനായി ഒരുങ്ങുമ്പോഴാണ് തനിക്ക് വളരെ പരിചിതമായ ആ മുഖം പത്രത്താളുകളിൽ കണ്ടത്. അവളുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. വിറയലോടെ അവൾ ആ പത്രക്കടലാസ് നിവർത്തി വായിച്ചു. എന്നാൽ എണ്ണയിൽ കുതിർന്ന ആ താളുകളിലെ മുഖം അവ്യക്തമായിരുന്നു. പക്ഷെ അതിലെ മുഖത്തിൻ്റെ രൂപം വളരെ പരിചിതമാണെന്ന് തോന്നും പോലെ. ഈശ്വര, അഭിയേട്ടനായിരിക്കില്ലേ? ഈ ഭാഗ്യദോഷിക്ക് തന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, ജീവൻ തിരിച്ചു തരണേ. ഇന്ന് അബിയുടെ വീടിൻ്റെ മുൻപിൽ കണ്ട ബാനറും ഈ പത്രക്കടലാസിലെ അവ്യക്തമായ മുഖവും കൂടി കണ്ടപ്പോൾ ആരതിയുടെ നെഞ്ചിൽ തീയായി. ഈ സമയത്ത് ആരോട് ചോദിക്കാനാണ്? അവിടെ വരെ പോയി നോക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അച്ഛനോട് ചോദിച്ചാലോ? പക്ഷെ അവൻ നിന്റെ ആരാണെന്നുള്ള മറുചോദ്യം. അവൾക്കൊന്നും കഴിക്കാനോ കുടിക്കാനോ തോന്നിയില്ല. ശില പോലെ മരവിച്ച് അവൾ ആ അടുക്കളത്തിണ്ണയിലിരുന്നു. സമയം പോകുന്നതോ അച്ഛൻ വരാറായി എന്നതോ അവളുടെ ചിന്തയിലില്ല. അവൾ ആ പത്രം വീണ്ടും എടുത്ത് നോക്കി. നേരത്തെ അത്രയും പോലും വ്യക്തമല്ല. ഇപ്പോഴില്ല. ഒരു ചെറിയ പത്രക്കടലാസ്. അതിലെന്താണ് എഴുതിയതെന്ന് പോലും മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും നാളെ ആയിരുന്നെങ്കിൽ ക്ലാസ്സിൽ പോകുന്ന വഴിക്കെങ്കിലും ആരോടെങ്കിലും ചോദിക്കായിരുന്നു. പെട്ടെന്ന് പുറത്തൊരു ജീപ്പിൻ്റെ ഒച്ച. ചിന്തകളിൽ നിന്ന് ഞെട്ടിയുണർന്നു. അപ്പോഴാണ് താൻ വേഷം പോലും മാറിയില്ലെന്ന് അവൾ ഓർത്തത്. കിട്ടിയതെല്ലാം എടുത്ത് അവൾ കുളിക്കാൻ കയറി. ഷവറിൻ്റെ അടിയിൽ നിന്ന് ഒരുപാട് നേരം കരഞ്ഞു. അത് അഭിയാകരുതെന്ന് അവളുടെ ഹൃദയം കേണു. അവസാനമായി അവനെ ഒരു നോക്ക് കാണാൻ പോലും തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അവളുടെ ഹൃദയം നൊന്തു. ഇനിയും വൈകിയാൽ അച്ഛൻ്റെ ചീത്ത കേൾക്കാം. പതിവ് പോലെ കുടിച്ചിട്ടാവും വരുന്നത്. ഇനി അച്ഛൻ്റെ വക കൂടി താങ്ങാൻ കഴിയില്ല. അവൾ മുഖം നന്നായി കഴുകി മനസ്സിനെ നിയന്ത്രിച്ച് പുറത്തിറങ്ങി. മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിണ്ണയിൽ ആരുടെയോ സംസാരം. വെള്ളമടിക്കാൻ വന്നതാവും. അത് കാണാനും കേൾക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനേ പോയില്ല. നേരെ അടുക്കളയിലേക്ക് നടന്നു. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷെ വേറെ വഴിയില്ല. അച്ഛന് കുളിക്കാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചു. മോളെ അമ്മു. ആ വിളി കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ നാവിൽ നിന്നും തന്നെ പേരെടുത്ത് വിളിച്ചിരിക്കുന്നു. മറുപടി കൊടുക്കാനാവാതെ തറഞ്ഞു നിന്നു. സന്തോഷം കൊണ്ടാണോ അതോ അത്ഭുതം കൊണ്ടാണോ അറിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓടിച്ചെന്ന് അച്ഛൻ്റെ നെഞ്ചിൽ കിടന്ന് കൊച്ചു കുട്ടികളെപ്പോലെ കരയാൻ തോന്നി. മോളെ, ഉമ്മറത്തേക്ക് 2 ഗ്ലാസ് ചായ എടുത്തോളൂ. വീണ്ടും ആ സ്വരം കേട്ടപ്പോൾ പിന്നെ ഒരു വെപ്രാളമായിരുന്നു. വറ്റി വരണ്ട നദിയിലേക്ക് ഒരു തുള്ളി ജലം വീണ പോലെ സന്തോഷവും ഒപ്പം ദുഃഖവും എല്ലാം കർന്ന ഒരു വികാരം അവളെ പൊതിഞ്ഞു. ഇപ്പോൾ അഭിയേട്ടൻ്റെ കാര്യം ചോദിച്ചാലോ? അച്ഛന് ദേഷ്യം വരില്ലായിരിക്കും. ചോദിക്കാം. തിടുക്കത്തിൽ 2 ഗ്ലാസ് ചായ തിളപ്പിച്ച് ഗ്ലാസ്സിലാക്കി ഉമ്മറത്തേക്ക് നടന്നു. ആരാണ് വന്നതെന്ന് പോലും ചിന്തിച്ചില്ല. അച്ഛൻ്റെ അടുത്തു നിന്നും ആ വിളി ഒന്നുകൂടെ കേൾക്കാൻ മനസ്സാഗ്രഹിച്ചു. അതിനാൽ നടത്തം വേഗത്തിലായിരുന്നു. വാതിൽപ്പടിയിലെത്തി അച്ഛന് ചായ ഗ്ലാസ് നീട്ടിയതും അടുത്ത ആൾക്കും കൂടെ നേരെ നീട്ടിയപ്പോൾ അവൾ നിശ്ചലയായിപ്പോയി. പിടിച്ചു വെച്ച കണ്ണീർ താനേ കവിളിനെ നനയിച്ച് പുറത്തേക്ക് ചാടി വന്നു. അഭിയേട്ടൻ. അവളുടെ ചുണ്ടുകൾ ചലിച്ചു. ഈ പയ്യൻ നമ്മുടെ വടക്കുപറമ്പിലെ വിജയൻ്റെ മോനാ. ഞാനും നിന്റെ അമ്മയും ഒരു ഗതിയില്ലാതെ ഇവിടെ വന്ന സമയത്ത് ഈ ഭൂമി ചെറിയ വിലയ്ക്ക് തന്ന് നമ്മളെ സഹായിച്ചത് വിജയനാ. 2 ദിവസം മുന്നേ ഇവൻ എന്നോടൊരു കാര്യമൊന്ന് ചോദിച്ചു. അന്ന് വൈകുന്നേരം ഇവൻ്റെ അച്ചമ്മ മരണപ്പെട്ടതിനാൽ പിന്നെ ബാക്കിയൊന്നും പറയാൻ പറ്റിയില്ല. ഇവൻ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. നിന്റെ അമ്മയും ഞാനും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയതാ. അന്ന് എനിക്ക് അവളുടെ അച്ഛനോട് ചോദിക്കാൻ ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവളെയും കൊണ്ടിങ്ങി പോരേണ്ടി വന്നു. അവസാനം അവളും പോയി. അയാൾ ഒന്ന് നെടുവീർപ്പെട്ടു. ഇവനിൽ ഞാൻ എന്നെ കാണുന്നു. അതുകൊണ്ട് ഇന്ന് നിന്റെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് അച്ഛൻ തീരുമാനം എടുക്കാം. ഇതുവരെ നിന്നെ ഞാൻ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ഇന്നോ നാളെയോ എന്ന രീതിയിലാണ് എൻ്റെ ജീവിതം. എൻ്റെ മോളെ വിശ്വസിച്ചേൽപ്പിക്കാൻ എനിക്കാരുമില്ല. പക്ഷേ വിജയൻ്റെ മോനെ എനിക്ക് വിശ്വാസമാണ്. നിനക്ക് ഇവനൊപ്പം ജീവിക്കാൻ സമ്മതമാണോ? ആ ചോദ്യത്തിൽ അവൾ തലയാട്ടുക മാത്രം ചെയ്തു. കണ്ണുകൾ അപ്പോഴും തോർന്നിരുന്നില്ല.
സന്തോഷം കൊണ്ട് താനിപ്പോൾ മരിച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി. കൈവിട്ടു പോയെന്ന് കരുതിയ പ്രണയവും ഇത്രനാൾ അവഗണിച്ച അച്ഛനെയും ഇന്ന് തിരികെ ലഭിച്ചിരിക്കുന്നു. അവൾക്ക് അമ്മയെ മിസ് ചെയ്തു. ഈ സന്തോഷം കാണാൻ അമ്മയും ഉണ്ടായിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. അധികം വൈകാതെ തന്നെ ആതിര അഭിജിത്തിൻ്റെ ഭാര്യയായി. ലളിതമായ ചടങ്ങുകളായിരുന്നെങ്കിലും എല്ലാവരും സന്തോഷവാന്മാരായിരുന്നു. വിവാഹം കഴിഞ്ഞ് അബിയുടെ വീട്ടിലേക്ക് മാറിയതോടെ ആതിരയ്ക്ക് പുതിയൊരു വിശാലമായ ലോകം തുറന്നു കിട്ടി. തൻ്റെ വീടിൻ്റെ 4 ചുവരുകൾ പോലെയല്ല, ഇവിടെ സ്നേഹവും സമാധാനവും സന്തോഷവുമാണ് അവൾക്ക് ലഭിച്ചത്. അബിയുടെ അമ്മ ആതിരയെ സ്വന്തം മകളെപ്പോലെ പരിചരിച്ചു. പെൺമക്കളില്ലാത്ത വിഷമം ആതിര വന്നതോടെ അവർക്ക് മാറി. ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടു നടക്കും പോലെ അബി ആതിരയെ സ്നേഹിച്ചു. 22 വർഷം അവൾക്ക് അന്യമായിരുന്ന പലതും അവൾക്ക് ലഭിച്ചു തുടങ്ങി. ഒരു വീട് കുടുംബമാകുന്നത് അവിടെ സ്നേഹവും സമാധാനവും നിറയുമ്പോഴാണ്. അബി ആതിരയ്ക്ക് നല്ലൊരു ഭർത്താവായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവൻ അവൾക്ക് താങ്ങും തണലുമായി. ആദ്യമൊക്കെ അവൾക്ക് തുറന്നു താമസിക്കാൻ മടിയായിരുന്നു. പഴയ ഓർമ്മകൾ അവളെ വേട്ടയാടി. ആ ഓർമ്മകളിൽ നിന്നും അവളെ കൈപിടിച്ചുയർത്താൻ അബി ഉണ്ടായിരുന്നു. അവൻ്റെ സാന്നിധ്യം അവളുടെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കി. എന്താ അമ്മു, നിനക്ക് ഇപ്പോഴും മനസ്സ് തുറന്ന് ചിരിക്കാൻ പേടിയാണോ? ഒരിക്കൽ അബി ചോദിച്ചു. എനിക്കിപ്പോഴും എൻ്റെ അമ്മയെ ആ ഭയങ്ങൾ വിട്ടുമാറിയിട്ടില്ല, അവൾ വിതുമ്പി. അബി അവളെ ചേർത്ത് പിടിച്ചു. നമ്മുടെ ജീവിതം പുതിയ സ്വപ്നങ്ങളുടേതാണ്. ഇനി നീ ഭയപ്പെടണ്ട, സന്തോഷത്തോടെ ജീവിക്കാം. പിന്നീടുള്ള ദിവസങ്ങളിൽ ആതിര നിറഞ്ഞു ചിരിക്കാൻ പഠിച്ചു. അഭിജിത്തിനൊപ്പം സിനിമ കണ്ടും യാത്രകൾ നടത്തിയും അവൾ ജീവിതം ആഘോഷിച്ചു. അവൻ്റെ സ്നേഹം അവൾക്ക് പുതിയൊരു ലോകം തുറന്നു കൊടുത്തു. അവരുടെ വീട് നിറയെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശബ്ദങ്ങളായി. മക്കളുടെ സന്തോഷം ആ മാതാപിതാക്കളുടെ മനസ്സ് നിറച്ചു. ഗോവിന്ദനിടയ്ക്കിടെ അവരെ കാണാൻ വരും. മകളുടെ സന്തോഷം കാണുമ്പോൾ അയാൾക്ക് തൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ നഷ്ടപ്പെട്ട സ്നേഹത്തെക്കുറിച്ച് ഓർമ്മ വന്നു. അഭിജിത്തിൻ്റെ അച്ഛൻ വിജയനും ഗോവിന്ദനുമായി നല്ല സൗഹൃദത്തിലായി. ഗോവിന്ദനും സ്നേഹമുള്ള ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അവർക്ക് താങ്ങും തണലുമായി. അഭിജിത്തും ഒത്തുള്ള ഓരോ നിമിഷവും അവൾ അവൻ്റെ പ്രണയത്താൽ നിറയുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞതിഥി അവരുടെ സന്തോഷത്തിൻ്റെ മധുരം കൂട്ടാൻ എന്ന പോലെ വരവറിയിച്ചു. പിന്നീട് അവരെല്ലാവരും മത്സരിച്ച് ആതിരയെ പരിചരിക്കുന്ന തിരക്കിലാണ്. സ്നേഹിക്കപ്പെടാൻ കൊതിച്ചവൾക്ക് ഇന്ന് ചുറ്റിനും സ്നേഹം പകരാൻ നിറയെ ആളുകളാണ്. തൻ്റെ മകളുടെ സന്തോഷം കണ്ട് ദൂരെ ഇരുന്ന് ഒരമ്മ മനവും ആനന്ദത്താൽ നിറഞ്ഞു. ആതിരയുടെ ഏകാന്തതയ്ക്ക് മറുമരുന്നായി അഭിജിത്ത് മാറിയപ്പോൾ അവന് അവളൊരു നല്ല പാതിയായി. ഇനിയുള്ള കാലം അവർ സന്തോഷമായി ജീവിക്കട്ടെ. അവസാനിച്ചു.